വയനാട്ടിലെ ബാവലി ചെക്ക് പോസ്റ്റ് കടന്ന് നാഗർഹോള ടൈഗർ റിസർവിന്റെ കാടിനുള്ളിലൂടെ പോകുന്ന സമയത്ത് ഇവന്മാരെ കാണാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പം മര്യാദക്കാരനായിട്ട് പുല്ലു തിന്നുന്നൊന്നും നോക്കണ്ട. തിരിച്ചു വരുന്ന സമയത്ത് റോട്ടിലിറങ്ങിയിട്ട് മൊത്തം ഷോ ആയിരുന്നു. വണ്ടി തടയലും ആളുകളെ പേടിപ്പിക്കലും ഒക്കെയായിരുന്നു പരിപാടി. ഈ ഒരു കാടിനുള്ളിലൂടെ തന്നെ 20 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ ഭാഗത്തെ കർണാടക ചെക്ക് പോസ്റ്റ് കടന്ന ഉടനെ തന്നെ റൈറ്റിലേക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ഇതിൽ നേരെ പോയാൽ നമ്മൾ ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് എത്തുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കബനി ബാക്ക് വാട്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മഴക്കാലത്ത് ഇവിടെയൊക്കെ മൊത്തമായിട്ട് വെള്ളമായിരിക്കും. ആ സമയത്ത് ബോട്ടിൽ കയറുന്ന പാലാണിത്. ഇവിടെ കണ്ണെത്താ ദൂരത്തോളം ഇതേപോലെ കിടക്കാണ്. ഇവരിങ്ങനെ ഇതിലെയൊക്കെ പുല്ല് തിന്നുകൊണ്ട് നടക്കും. അതിനിടയിലൂടെയൊക്കെ നമുക്കിങ്ങനെ നടക്കാനും പറ്റും. ഇവിടെ മാത്രമാണ് ഇപ്പം വെള്ളമുള്ളത്. ഇനി നമ്മൾ ബോട്ടിൽ കയറി ഒരാൾക്ക് 20 രൂപ കൊടുത്തുകൊണ്ട് ഗുണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഗണ്ടത്തൂരാണ്, ഇപ്പം നമ്മൾ പോകുന്നത് ഗുണ്ടത്തൂരാണ്. ഒരക്ഷരത്തിന്റെ വ്യത്യാസത്തിലാണ് ഈ രണ്ട് ഗ്രാമങ്ങൾ ഉള്ളത്. ഇവിടുത്തെ ബോട്ടിന്റെ സമയവും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗുണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് HD കോട്ടയിൽ നിന്ന് ബസ്സുകളും ഉണ്ട്. ഇവിടുത്തെ പഴയ കാലത്തെ വീടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് കൃഷിയാണ്. ഒരുവിധം എല്ലാ കൃഷിയും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു ദിവസം കൊണ്ട് കർണാടകയിൽ വന്നിട്ട് കണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗ്രാമമാണിത്. ഈ ഒരു സമയത്താണ് കാഴ്ചകളുള്ളത്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ 20 യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പം നേരെ ഗണ്ടത്തൂർ എന്ന് പറയുന്ന ഗ്രാമം കാണാൻ പോവല്ലേ.